ഏറ്റവും വലിയൊരു സ്കാമായിട്ടുള്ളൊരു എക്സ്ചേഞ്ചിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ സിലിയ എന്നൊരു എക്സ്ചേഞ്ച് കുറേ പേർ മൈൻ ചെയ്ത് കാണും. അതിൽ ഇവന്മാർ ഇത് BNB വെച്ച് BNB കോയിന് കൊടുത്തിട്ട് നമ്മൾ ഈ പാൻ കേക്ക് സ്വാപ്പ് അങ്ങനെയുള്ള ഇതുവഴി തന്നെ സ്വാപ്പ് ചെയ്തെടുക്കണം. സ്വാപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ കൊടുത്തവരുണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യം. എന്നിട്ട് ബാക്കി ഇപ്പം നമ്മളൊരു 5000 ഇതാണ് മൈൻ ചെയ്തതെന്ന് വെച്ചാൽ അത് ഈ 2500 മാത്രമേ നമ്മൾ കിട്ടത്തുള്ളൂ. ഇവന്മാർ 2500 ഇവന്മാർ ബേൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല നടപടിയൊന്നുമല്ല. അത് കഷ്ടപ്പെട്ട് തന്നെയല്ല അത്രയും മൈൻ ചെയ്തെടുത്തത്. പിന്നെന്ന് വെച്ചാൽ ഇവരുടെ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് പുതിയൊരു അക്കൗണ്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇവരൊരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളിപ്പം ബിനാൻസ് എന്നൊരു എക്സ്ചേഞ്ച് ആവാം. അപ്പോൾ അവരുടെ BNB മെയിനായിട്ടുള്ളൊരു കോയിനാണ്. അപ്പം അതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടി അവിടെ USDT ആക്കിയിട്ട് നമുക്ക് വേറൊരു കോയിനിലോട്ട് മാറ്റിയിട്ട് വേറെ എക്സ്ചേഞ്ച് വിടാം. അങ്ങനെയൊക്കെയാണ് ഒരു എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ എക്സ്ചേഞ്ച് വന്നിട്ട് മറ്റുള്ളൊരു ബിനാൻസിൻ്റെ കോയിനിൽ ചെന്നിട്ട് നമ്മൾ പാൻ കേക്ക് സ്വാപ്പ് അത് വേറെ ഒരു ഏതെങ്കിലും എല്ലാ പ്രൊജക്റ്റും വരുന്നൊരു ഇതല്ലേ. അത് ഇവരെന്തെങ്കിലും ഒരു സ്കാമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് മാത്രമായിരിക്കും. അല്ല എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത മൈൻ ചെയ്ത സംഭവങ്ങൾ അടക്കണം, അല്ലെങ്കിൽ ഇത്ര വെസ്റ്റിങ് അടക്കണം, ബാക്കി അത്ര കിട്ടണം. അപ്പോൾ അവിടെ നമുക്കൊരു ഈസിയല്ല. അല്ല നമ്മൾ അവിടെ നിന്ന് BNB മേടിച്ചിട്ട് ഇവരുടെ പാൻ കേക്ക് സ്വാപ്പ് അങ്ങനെ സൈറ്റ് കയറിയിട്ടങ്ങ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവന്മാർ കുറേ നാളുകൊണ്ട് തള്ളുന്നുണ്ട്. പിന്നെ ഇത് നൈജീരിയക്കാരുടെ സംഭവമാണ്. അവരുടെ മിക്കത് സ്കാമാണ്. ഇതൊരു സ്കാം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് ലിസ്റ്റായാൽ തന്നെ ഇപ്പം പ്രീസെയിൽ മേടിച്ചവരുടെ ആ ഒരു പ്രൈസ് പോലും ചിലപ്പോൾ എത്തണമെന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ നഷ്ടമായിരിക്കും. ചിലപ്പോൾ ആ പ്രീസെയിൽ മേടിച്ച പ്രൈസ് തന്നെ എത്തിയാലും അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അവർ അത്രയും നാൾ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ BNB കൊടുത്ത് അത്ര ഫീ അടക്കം ഇത് കൊടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലും കിട്ടില്ല. അതിനും ചിലപ്പോൾ താന്നായിരിക്കും ലിസ്റ്റ് ആവുന്നത്. ഒരു എക്സ്ചേഞ്ച് എന്താണെന്ന് പോലും അറിയാത്ത പൊട്ടന്മാരാണെന്ന് തോന്നി തുടങ്ങിയത്. അത് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവാത്തത് നമ്മളെ അതിശയിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു എക്സ്ചേഞ്ച് വന്ന് അവിടെ ചെന്ന് നമുക്ക് സൈൻ ചെയ്ത് നമ്മൾ മൈൻ ചെയ്ത് അവിടെ കാണുമല്ലോ. അപ്പോൾ അത് എത്ര ആണെന്ന് വെച്ചാൽ അവിടെ USDT ആക്കുക, എന്നിട്ട് വേറെ കോയിനായിട്ട് വേറെ എക്സ്ചേഞ്ച് കൊണ്ടുപോകുക, അതൊക്കെയല്ലേ ചെയ്യേണ്ട. അല്ല എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പാൻ കേക്ക് സ്വാപ്പ് വഴി അങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് ഇവന്മാരെ ഒരു എക്സ്ചേഞ്ച് ഇപ്പം പഴയ അക്കൗണ്ട് എടുത്തവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോഗിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു സ്കാമാണ്. അല്ലാതെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനോ പൊക്കി അടിക്കാനോ ഒന്നുമില്ല. മൈൻ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കൊന്നൊരു നഷ്ടമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ BNB കൊടുത്തിട്ട് നിങ്ങളത് പകുതി നിങ്ങൾ എടുത്തിട്ട് അത് അപ്പം തന്നെ വിൽക്കുക. പകുതിയേ കിട്ടത്തുള്ളൂ. നിങ്ങൾ 1000 ആണെങ്കിൽ 500 കിട്ടത്തുള്ളൂ. അതെടുത്തിട്ട് നിങ്ങൾ കൊടുക്കുക. USDT ആ ഒരു BNB വെച്ച് വേറെ ഒരു BNB തന്നെ ആക്കിയിട്ട് ആ BNB വേറെ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് അത് വിൽക്കുക. അങ്ങനെയുള്ളൂ ഈ ഒരു സിലിയ BNB ആക്കാം. പക്ഷേ ക്ലെയിം ചെയ്യാൻ ഇത്ര ഒരു എമൗണ്ട് വേണം. വലിയ എമൗണ്ട് അല്ല, ഇത്ര ഒരു 0.02 USDT അത്രയും കണ്ടൊക്കെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. പക്ഷേ കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ എക്സ്ചേഞ്ച് ഇങ്ങനെ അല്ലല്ലോ സംഭവം വരുന്നത്. എക്സ്ചേഞ്ച് ആണെങ്കിൽ ആളുകൾക്ക് ഇത്ര പാനിക്കൊന്നും ആവണ്ടല്ലോ. അവിടെ ചെന്നിട്ട് നമുക്ക് അപ്പം തന്നെ വിൽക്കുക. അല്ലാതെ ഇതിപ്പം ഒരു ചടങ്ങ് പോലെ ഞങ്ങൾ എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊരു എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമല്ല. ആളുകളുടെ മാക്സിമം അങ്ങനെ സ്കാം അടിപ്പിക്കുക അത് മാത്രമേ നോക്കത്തുള്ളൂ ഇവന്മാർ. ആരെങ്കിലും ഇവന്മാർ പൊട്ടന്മാരാണോ നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നല്ലൊരു സ്കാമെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.